ഹൃദയമുള്ളവന്റെ അകത്ത് പോയി തട്ടും. നെഞ്ചിൽ ഹൃദയം ഇല്ലെങ്കിൽ പിന്നെ നിവൃത്തില്ല. കൽബുകളെ പിടികൂടും പുണ്യ നബിയുടെ ഓർമ്മകൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങൾക്കൊക്കെ നല്ല ആയുസ് ഉണ്ടാവട്ടെ, ദീർഘായുസ്, ആരോഗ്യം ഉണ്ടാവട്ടെ, ആഫിയത്ത് ഉണ്ടാവട്ടെ. ഞാൻ ഇന്നലെ മദ്ഹുർ റസൂൽ വിശദീകരിച്ച ഒരു ചെറിയ ഹദീസ് അതാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം മദീനയിലെ മസ്ജിദിലെ മിമ്പറിന്റെ ഒരു റിവായത്ത് പ്രകാരം മിമ്പറിൽ കയറി, മറ്റൊരു റിവായത്ത് മിമ്പറിന്റെ ഒരു ഭാഗത്തേക്ക് ചാരി നിന്നു. കയറി നിന്നു അല്ലെങ്കിൽ ചാരി നിന്നു. ഒരു ഹദീസ് തന്നെ രണ്ട് റിപ്പോർട്ടിൽ വരും. കണ്ട സഹാബികൾ റിപ്പോർട്ട് ചെയ്യണം. ഇത്ര കൃത്യമായിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. 1400 വർഷം മുമ്പ് നടന്നത് അതിന്റെ എക്സാക്ട് റിപ്പോർട്ടിംഗ്. ഇത്ര റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ലോക വ്യക്തിത്വമേ ഉള്ളൂ. ഷഫീഉൽ വറ, ഖൈറുൽ വറ, അൽ മുസ്തഫ അൽ മുജ്തബ അൽ മുഖ്താറുൻ നബിയുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. നബിയുടെ ഓർമ്മകളിൽ, നബിയുടെ മഹബ്ബത്തിൽ, നബിയുടെ മദ്ഹിൽ ഈ തലമുറ സംഗമം ബർക്കത്തുള്ളതായി തീരട്ടെ. വേറെന്താ ബർക്കത്ത്? വേറെന്താ നമുക്ക് ചെയ്യാനുള്ളത് ഈ ലോകത്തിൽ? പെട്ടെന്ന് അവസാനിച്ചു പോണ ഈ ജീവിതത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരിശുദ്ധ നബിയോടുള്ള ബന്ധവും 2 സലാത്തും. മരിച്ചു പോകുമ്പോ വേറെന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചെന്നാ ഖബറിലെ ചോദ്യം പോലും ബുഖാരി റിവായത്ത് ചെയ്തത് ഒറ്റ ചോദ്യമാണ്. ബാക്കി ചോദ്യമൊക്കെ മറ്റ് ഹദീസ് സമാഹാരങ്ങളാണ്. ഇമാം ബുഖാരിയെ സംബന്ധിച്ച് ഒരു ചോദ്യമുള്ളൂ, എണീപ്പിച്ചിരുത്തും. മരിച്ചെന്ന് റസൂലുള്ള പറയാണ്, പുണ്യനബി പറയാണ്, എഴുന്നേൽപ്പിച്ചിരുത്തും നിങ്ങളെ ഖബറടക്കിയാൽ. മലക്ക് എഴുന്നേൽപ്പിച്ചിരുത്തും. ചോദിക്കും, മാ കുൻത തഖൂലു അനിർ റജുലി മുഹമ്മദി, മുഹമ്മദിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? സല്ലല്ലാഹു അലൈഹി വസല്ലം എണീപ്പിച്ചിരുത്തിയിട്ട് ഒരൊറ്റ ചോദ്യമാണ്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യാൻ പുണ്യനബി പറഞ്ഞിരിക്കുന്നു, ഒറ്റ ചോദ്യം. അപ്പൊ മൂമിനായ മനുഷ്യൻ പറയും, അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട മുഹമ്മദ് അല്ലാഹുവിന്റെ അബ്ദും റസൂലുമാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പൊ ബന്ധുക്കളൊക്കെ ഇങ്ങനെ കബറടക്കി മണ്ണാണ്ട് വാരി എറിഞ്ഞു പോയിട്ടേ ഉള്ളൂ. നമുക്കൊക്കെ വരാം.